ലിവിങ് ലൈഫ് വിത്ത് ഡയബറ്റീസ്. പ്രമേഹത്തിനോടൊപ്പം തന്നെ ജീവിക്കുക. പ്രമേഹത്തിൻ്റെ രോഗം നിയന്ത്രിക്കുന്നതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഭക്ഷണം, വ്യായാമം, മെഡിസിൻ. ആ ഭക്ഷണവും വ്യായാമവും പ്രമേഹ രോഗികളുടെ കൈകളിൽ തന്നെയാണ്. ഇപ്പോൾ പ്രമേഹമില്ലാത്ത ആൾക്കാർ അമിതമായിട്ട് മധുരങ്ങൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു പ്രതിഭാസമാണ്. ഇതുകൊണ്ട് കൂടുതൽ ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതിലൂടെയും നമ്മൾ ഡയബറ്റിക് ആവും. വെണ്ടയ്ക്കയിൽ കാണുന്നത് നാരുകളാണ്, പ്രത്യേകിച്ച് നമ്മൾ സോല്യുബിൾ ഫൈബർ എന്ന് പറയും. ഇത് സാധാരണ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ഫൈബറാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഫൈബറുകൾ പ്രമേഹ രോഗിക്ക് കൂടുതൽ നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമസ്കാരം. സെൻറ് മേരീസ് ഹോസ്പിറ്റലിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനമായി നമ്മൾ ആചരിക്കുന്നു. പ്രമേഹം എന്നത് വെറും ഒരു രോഗമല്ല, അതൊരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഭക്ഷണക്രമം തന്നെയാണ്. നമ്മുടെ ഭക്ഷണക്രമവും പ്രമേഹവും തമ്മിൽ ഉള്ള ബന്ധം, അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുവാനായി സെൻറ് മേരീസ് ഹോസ്പിറ്റലിലെ സീനിയർ ഡയറ്റീഷ്യൻ മീര വിൻസാണ് നമ്മളോടൊപ്പം എന്നുള്ളത്. വെൽക്കം മാം. താങ്ക് യു മാം. ഈ പ്രമേഹ രോഗികൾ ഭക്ഷണക്രമത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അതായത് നമ്മുടെ കേരളീയനെ സംബന്ധിച്ച് ചോറ്, കപ്പ, മീറ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കുന്നത് കൊണ്ട് പ്രമേഹ രോഗികൾ മുഴുവനായിട്ട് ഒഴിവാക്കണം എന്നുണ്ടോ, അതോ അതിനൊരു പരിധി വേണോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ലിവിങ് ലൈഫ് വിത്ത് ഡയബറ്റീസ്. പ്രമേഹത്തിനോടൊപ്പം തന്നെ ജീവിക്കുക. ഒരു പ്രമേഹ രോഗിയെ കണ്ടമാനം മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു പ്രമേഹത്തിൻ്റെ ഭക്ഷണക്രമത്തിൽ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ രോഗം നിയന്ത്രിക്കുന്നതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഭക്ഷണം, വ്യായാമം, മെഡിസിൻ. ആ ഭക്ഷണവും വ്യായാമവും പ്രമേഹ രോഗികളുടെ കൈകളിൽ തന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ ഇപ്പം ചോറ് ഒഴിവാക്കാൻ ഒരിക്കലും ഞങ്ങൾ പറയാറില്ല. പക്ഷേ ചോറിൻ്റെ അളവ് നിയന്ത്രിക്കണം. കാരണം അതിൽ അന്നജം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ അതുപോലെ തന്നെയാണ് കപ്പയിലും അന്നജം കൂടുതലാണ്. അതുകൊണ്ട് അത് നിയന്ത്രിക്കേണ്ടതുണ്ട്. പൂർണ്ണമായി ഒഴിവാക്കേണ്ട ആവശ്യങ്ങളില്ല. കൂടുതലായിട്ടും ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ എന്തുമാത്രം കഴിക്കാം, എപ്പോൾ കഴിക്കാം, അതിൽ സമയത്തിന് പ്രധാന പങ്കുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീൻ ഇല്ലാതെ ഒരിക്കലും ഒരു പ്രമേഹ രോഗിക്ക് മുമ്പോട്ട് ജീവിക്കാനാവില്ല. അതുകൊണ്ട് ഒരു പ്രമേഹ രോഗിയുടെ ഭക്ഷണക്രമത്തിൽ മീൻ ഉൾപ്പെടുത്താം, മാംസ്യങ്ങൾ ഉൾപ്പെടുത്താം, മുട്ട ഉൾപ്പെടുത്താം, പരിപ്പ് വർഗ്ഗങ്ങൾ ഉൾപ്പെടുത്താം. അതുകൊണ്ട് ഒരു പ്രമേഹം എന്നുള്ള ഒരു രോഗമുള്ളത് കൊണ്ട് എല്ലാ ഭക്ഷണക്രമത്തിൽ നിന്നും ഒരിക്കലും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും പ്രമേഹത്തിൻ്റെ, അതായത് ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കി നമുക്കൊരു പ്രമേഹ രോഗത്തെ മുമ്പോട്ട് ചികിത്സിക്കാൻ ആർക്കുമാവില്ല. ഹെൽത്തിയായി ആരോഗ്യപരമായ ഭക്ഷണ രീതി കൊണ്ട് തന്നെയാണ് പ്രമേഹ രോഗി പ്രമേഹത്തെ നിയന്ത്രിക്കേണ്ടതും. അതുപോലെ മുമ്പോട്ടുള്ള അവരുടെ ജീവിതത്തിലെ യാതൊരു കാര്യങ്ങൾക്കും അത് തടസ്സമാവുന്നില്ല. അതുകൊണ്ട് കൃത്യമായ വ്യായാമം, കൃത്യസമയത്തുള്ള ഭക്ഷണം, കൃത്യമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. അതായിരിക്കും അവരെ ആരോഗ്യപ്രദമായ ഒരു ജീവിത രീതിയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ. മാം, പിന്നെ നമ്മൾ പ്രമേഹ രോഗികൾക്ക് നമ്മൾ മധുരം ഒഴിവാക്കാൻ പറയാറുണ്ട്. മധുരം എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചസാര മാത്രമാണോ, അതോ തേന്, ശർക്കര അങ്ങനെയുള്ളത് നമുക്ക് കഴിക്കാവോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? പഞ്ചസാരയ്ക്ക് മധുരമാണോ? അതെ. തേനിന് എന്താണ് മധുരം? ശർക്കര, അതും കരിപ്പെട്ടി, അതും. അപ്പം ഇതെല്ലാം പഞ്ചസാരയുടെയും പല പല രൂപങ്ങളാണ്, അല്ലേ? രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവല് പഞ്ചസാര എടുക്കുന്നതിലൂടെ കൂടുക തന്നെയാണ് ചെയ്യുന്നത്, കുറയുകയല്ല. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും, അതായത് കോശങ്ങളുടെ പ്രതിരോധം. ഇപ്പോൾ പ്രമേഹമില്ലാത്ത ആൾക്കാർ അമിതമായിട്ട് മധുരങ്ങൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു പ്രതിഭാസമാണ്. ഇതുകൊണ്ട് കൂടുതൽ ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതിലൂടെയും നമ്മൾ ഡയബറ്റിക് ആവും. പിന്നീടുള്ള ഒരു കാര്യം, മധുരങ്ങൾ എപ്പോഴും കൊഴുപ്പാണ്. എന്താണ് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് സംഭവിക്കുന്നത്? നമ്മളിലെ അമിതവണ്ണം ഉണ്ടാവാൻ കാരണമാകും, അല്ലേ? അപ്പം പ്രമേഹത്തിന് മാത്രമല്ല, പ്രമേഹമുള്ളവർ പഞ്ചസാര നിയന്ത്രിക്കണം,
പ്രമേഹം ഉണ്ടാവാതിരിക്കാനും മധുരസാധനങ്ങൾ കുറയ്ക്കണം, അതുപോലെ വണ്ണം നിയന്ത്രിക്കാനും, അതുപോലെ അമിതവണ്ണങ്ങൾ ശരീരഭാരം നിയന്ത്രിക്കാനും നമ്മൾ പഞ്ചസാരയുടെ നിയന്ത്രണം വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മളിൽ പ്രമേഹം കണ്ടുപിടിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളിൽ നോക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പഞ്ചസാര നമ്മൾ നിയന്ത്രിച്ചേ പറ്റൂ. ജീവിതത്തിൻ്റെ അവസാനം വരെ പഞ്ചസാര നിയന്ത്രിക്കണോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കൃത്യമായ അളവുണ്ട്. ഇടയ്ക്ക് മാത്രമേ പഞ്ചസാരയുടെ ഉപയോഗമുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ചെറിയ മധുര സാധനങ്ങൾ കഴിക്കുന്നത് എങ്കിൽ അത് നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്ന കാര്യങ്ങളാണ്. എല്ലാ ദിവസവും 3 നേരവും പഞ്ചസാരയുടെ ഉപയോഗം നല്ലതാണോ? അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിക്കുന്നത് നല്ലതാണോ? അതൊരിക്കലും നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യങ്ങളില്ല, വളരെ നിയന്ത്രിക്കുന്ന രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. മാം, പിന്നെ നമുക്ക് ഈ ഡയബറ്റിക് പേഷ്യൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചോറ് കഴിക്കാറേ ഇല്ല, രാത്രിയിൽ ചപ്പാത്തിയാണ്, 2-3 ചപ്പാത്തി കഴിക്കും, അങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ല, ചോറ് തൊടുന്നേ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ചപ്പാത്തി ഗോതമ്പ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് ഷുഗറിന് പ്രശ്നമുണ്ടോ? ചോറ് ഒഴിവാക്കി ഗോതമ്പ് മാത്രം കഴിക്കുന്നവർക്കും ഇത് കാണുന്നു, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇതിനകത്ത് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അരി ആഹാരങ്ങളുടെ ഡൈജഷൻ, അതായത് ദഹനം നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കഴിക്കുന്ന അരികളുടെയൊക്കെ തവിടുകൾ വളരെ കുറവാണ്, നാരുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡൈജഷൻ നടക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. ഗോതമ്പിനെ സംബന്ധിച്ച് ഗോതമ്പിൽ നാരുകളടങ്ങിയ ഭക്ഷണമാണ്. അപ്പം ഗോതമ്പിലെ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളിൽ വളരെ സ്ലോ ആയിട്ടാണ് ഡൈജഷൻ, വളരെ പതുക്കെയാണ് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ ലെവലിനെ അത് പുറപ്പെടുവിക്കുന്നത്. അപ്പം നമ്മൾക്ക് കുറച്ച് ഇൻസുലിൻ കുറച്ചുകൂടെ നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിലെ രക്തത്തിലെ പഞ്ചസാരയുടെ ലെവൽ തോത് ഉയരാൻ സാധ്യത അവിടെ കുറവാണ്. അപ്പം രാത്രിയിൽ ചപ്പാത്തി കഴിച്ചു എന്നിട്ടും പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ ഒരു പക്ഷേ അവർ കഴിക്കുന്ന ചപ്പാത്തിയുടെ അളവ് കൂടുതലായിരിക്കും. സാധാരണ രീതിയിൽ ഒരു 1/2 കപ്പ് വെന്ത ചോറും അതുപോലെ ഒരു ചപ്പാത്തിയുടെയും കാലറി ഏകദേശം ഒന്നാണ്. അതിൽ വ്യത്യാസം വരുന്നത് അതിലടങ്ങിയിരിക്കുന്ന നാരുകളുടെ വ്യത്യാസമാണ്. മിക്ക സോട്ടക്സ് റൈസിലും നാരുകൾ വളരെ കുറവായിരിക്കും. നല്ല ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള ചപ്പാത്തിയാണെങ്കിൽ അതിൽ നാരുകൾ കൂടുതലായിരിക്കും. പിന്നെ കഴിവതും ഉച്ചയ്ക്കത്തെ ഭക്ഷണം ചോറാക്കുക. ഏകദേശം 1 മണി 1:30 നമ്മൾ ചോറുണ്ണുന്ന സമയമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നീട് രാത്രിയിലത്തേക്ക് കുറേ അധികം സമയങ്ങളുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് നടക്കാം, ഒരു 40 മിനിറ്റ് വ്യായാമമുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റികളൊക്കെ കാണും. നമുക്ക് കുറച്ച് വ്യായാമങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. രാത്രിയിലത്തെ ഭക്ഷണത്തിന് ശേഷം നമ്മൾ കൂടുതലും ഉറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നാരുകളുള്ള ഭക്ഷണം തന്നെയാണ് നല്ലത്. അപ്പം അതിൽ ചപ്പാത്തിയാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ അളവുകൂടെ നിയന്ത്രിക്കുക. ഇപ്പോൾ ഒരു 2 ചപ്പാത്തിയൊക്കെയാണ്, ബാക്കി കറികളോ അല്ലെങ്കിൽ മീനുകളോ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലെടുക്കുക. ചപ്പാത്തിയുടെ ലെവലുകൾ ഒരു 2 എണ്ണത്തിലേക്കൊക്കെ കുറച്ച് നോക്കുക. രാത്രിയിൽ നമ്മൾ ചപ്പാത്തി 2 എണ്ണമാക്കി കുറച്ചുകൂടെ കൂടുതൽ കറികളൊക്കെ ആക്കി കുറച്ചുകൂടെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ നമ്മളെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നത് നമ്മളെ സഹായിക്കുന്നത് തന്നെയാണ്. അതൊരിക്കലും പ്രമേഹം കൂടാൻ കാരണമാകുമെന്ന് തോന്നുന്നില്ല. അളവ് നിയന്ത്രിക്കുക. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പൊതുവേ പറയുന്നൊരു കാര്യമാണ് വെണ്ടയ്ക്ക. നമുക്ക് സുലഭമായി കിട്ടുന്നൊരു സാധനമാണ്. അതിന് വെണ്ടയ്ക്കയ്ക്ക് കൊഴുപ്പുണ്ടോ? അത് പ്രമേഹ രോഗം കൂട്ടാനാണോ കുറയ്ക്കാനാണോ സഹായിക്കുന്നത്? ഒന്ന് പറയാമോ? എന്തുകൊണ്ടായിരിക്കും വെണ്ടയ്ക്കയിൽ കൊഴുപ്പുണ്ടെന്ന് തോന്നുന്നത്? അത് കട്ട് ചെയ്യുമ്പോൾ അതിൽ വെള്ളം പോലെ കാണുന്നത് കൊണ്ടാണ്. നമ്മൾ സാധാരണ കറികൾക്ക് ഇടുമ്പോൾ അത് കൊഴുപ്പ് കൂടാറുണ്ട്. വെണ്ടയ്ക്കയിൽ കാണുന്നത് നാരുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ സോല്യുബിൾ ഫൈബർ എന്ന് പറയും. ഇത് സാധാരണ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ഫൈബറാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഫൈബറുകൾ പ്രമേഹ രോഗിക്ക് കൂടുതൽ നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വയറ് നിറഞ്ഞ ഫീലിംഗ് കൂടുതൽ തോന്നും. അതുകൊണ്ട് തന്നെ ആ നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി അതിൽ കൂടും. ഇപ്പോൾ ഒരു നല്ല വിശന്ന് വരുന്നു, കുറച്ചേറെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു, പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രമേഹം അത്ര നിയന്ത്രിച്ചല്ല പോകുന്നതെങ്കിൽ ആദ്യം തന്നെ ഒരു വെണ്ടയ്ക്കയുടെ സൂപ്പോ അല്ലെങ്കിൽ വെണ്ടയ്ക്കയുടെ ഒരു കറിയോ ഒരു ബൗളോ ഒക്കെ ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പം നമുക്ക് അതുവഴി നമുക്ക് ആ ചോറിൻ്റെ അളവൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാം. അതുകൊണ്ട് വെണ്ടയ്ക്കയിൽ കൊഴുപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ല നാരുകൾ തന്നെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഏതൊരു കുടുംബത്തിലെടുത്താലും എല്ലാ വീട്ടിലും ഒരു പ്രമേഹ രോഗമെങ്കിലും കാണും, കുറഞ്ഞത്.
അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രമേഹ രോഗികൾക്ക് വേണ്ട ഒരു ഡയറ്റ് ഒന്ന് പറയാം? തീർച്ചയായും. പ്രത്യേകിച്ച് ഏറ്റവും ഇതിൽ ഇമ്പോർട്ടൻറ്റ് രാവിലെ ഒരു 6 മണിക്ക് തന്നെ എഴുന്നേൽക്കുക. 6 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് രാവിലെ തന്നെ ഒരു 40 മിനിറ്റ് വ്യായാമത്തിൽ ഏർപ്പെടുക. നടപ്പായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം പലരും പറയാറുണ്ട് ഓഫീസിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, നടക്കാൻ കൂട്ടില്ല. അപ്പം ഏറ്റവും നല്ലത് വീടിൻ്റെ മുറ്റം തന്നെ തിരഞ്ഞെടുക്കുക. അതിലൊരു 40 മിനിറ്റ് കൈവീശി ഒന്ന് നടക്കുക. ഒരു 8 മണി 8:30 തന്നെ രാവിലത്തെ ഭക്ഷണം ഉൾപ്പെടുത്തുക. സാധാരണ നമ്മൾ കേരളീയർ ഉൾപ്പെടുത്തുന്ന ഭക്ഷണം എല്ലാം തന്നെ ഇഡ്ഡലി കഴിക്കാം, ദോശ കഴിക്കാം, അപ്പം കഴിക്കാം, ഈ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുക രാവിലെ തന്നെ. ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. അതും കൃത്യസമയത്ത് തന്നെ കഴിക്കുക. ഒരു 2 മണിക്കൂറിൽ കൂടുതൽ ഒരു ഫാസ്റ്റിംഗ് കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് പ്രമേഹത്തെ സംബന്ധിച്ച് ഒരു 10:30-11 ആകുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഭക്ഷണം, അത് ഓഫീസിലാണെങ്കിൽ ഒരു മധുരമിടാത്ത ചായയോ 2 ഷുഗർ ഫ്രീ ബിസ്ക്കറ്റോ, വീട്ടിലാണെങ്കിൽ സാലഡ്സ് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ മോരും വെള്ളം ചെറുതായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ഉൾപ്പെടുത്താം. ഇതെല്ലാം ചെറിയതായിട്ടൊരു ഭക്ഷണം ഒരു 10:30 ഉൾപ്പെടുത്തുക. then ഉച്ചയ്ക്ക് 1 മണി 1:30 തന്നെ ഫുഡ് കഴിക്കുക. ചോറ് തന്നെ ഉൾപ്പെടുത്താം. ചോറിൻ്റെ അളവ് കുറയ്ക്കുക. കറികളൊക്കെ കൂടുതലെടുക്കുക. പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ള, അതായത് ഉണ്ടാക്കാൻ പാടുള്ള വീടുകളാണെങ്കിൽ ഒരു അവിയലൊക്കെ ഉൾപ്പെടുത്തുക. ഒരുമാതിരി എല്ലാ പച്ചക്കറികളും നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താം. അത് മാത്രം പോരാ, നമുക്കതിൽ പ്രോട്ടീനും വേണം. അപ്പം വെജിറ്റേറിയൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. മീൻ എല്ലാ ദിവസവും ഉൾപ്പെടുത്താം. നമ്മളായിട്ടാണ് അതിൽ മീനിൽ കൂടുതൽ കൊഴുപ്പ് ആഡ് ചെയ്യുന്നത്. ഓർക്കാതിരിക്കുക. കൂടുതലും കറി വെച്ചിട്ടെടുക്കുക. അതുപോലെ മുട്ട കഴിക്കുക. എല്ലാ ദിവസവും ഒരു മുട്ട തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതും നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ തരുന്ന സാധനങ്ങളാണ്. പ്രോട്ടീൻ ഇല്ലാതെ പ്രമേഹത്തിൻ്റെ ഭക്ഷണം നമുക്ക് ഒരിക്കലും പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ചോറിൻ്റെ അളവ് കുറയ്ക്കുക, പച്ചക്കറികൾ കൂടുതൽ എടുക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, ഒരു 4 മണിക്ക് ഒരു ചായ ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമ്മളെല്ലാ വീടുകളിലും ചെയ്യുന്നത്. ഒരു പ്രമേഹത്തെ സംബന്ധിച്ച് ഇതൊന്നും മാറ്റി നിർത്തേണ്ടത്. ഇതാണ് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ. രാത്രിയിലത്തെ ഭക്ഷണം ഈ 4 മണിക്കൊരു ചായയൊക്കെ ഉൾപ്പെടുത്തിയതിന് ശേഷം ഒരു വ്യായാമത്തിലൊക്കെ ഏർപ്പെടുകയോ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റികൾ എന്തെങ്കിലും, സൈക്ലിങ്ങോ ഒരു ഷട്ടിൽ ബാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏർപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും. രാത്രിയിലത്തെ ഭക്ഷണം ഒരു 7:30-8 മണിയോടുകൂടി എടുക്കുക. പ്രത്യേകിച്ച് ഇൻസുലിനൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യസമയത്ത് ഇൻസുലിനും കൃത്യസമയത്ത് ഭക്ഷണവും എടുക്കുക. രാത്രിയിലത്തെ ഭക്ഷണം കൂടുതലും നല്ലത് നാരുകളടങ്ങിയ ഭക്ഷണങ്ങളായ ഗോതമ്പോ അല്ലെങ്കിൽ റാഗിയോ, അതല്ലെങ്കിൽ ഇപ്പം മില്ലറ്റ്സ് അവൈലബിൾ ആണ്. മില്ലറ്റ്സിൻ്റെ പല രീതികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓട്സ്, ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് വളരെ ക്ഷീണമാണ്, അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കാൻ പറ്റുന്നില്ല, അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തേതുപോലെ തന്നെ അളവ് കുറച്ച് ചോറ് ഉൾപ്പെടുത്തുക. എനിക്ക് ചോറ് രാത്രിയിലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് ഒരിക്കലും ആ സമയത്തെ ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ 8 മണിക്ക് ഉള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ ചില ആൾക്കാരിൽ, അതായത് ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരിൽ രാത്രി ഉറക്കത്തിൻ്റെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് വെളുപ്പിന് ഒരു 1 മണി 2 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഷുഗർ താന്നു പോകുന്നതായിട്ട് അവർ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ രാത്രി കിടക്കുന്ന സമയം, അതായത് ഒരു 10 മണി സമയത്തൊക്കെ ഒരു 1/2 കപ്പ് പാട കളഞ്ഞ പാല് കുടിക്കുന്നത് നല്ലതാണ്. അതല്ല എന്തെങ്കിലും പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട്, ഡയബറ്റിക്കിൻ്റെ രീതിയിലുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അത് ഈ രാത്രി 10 മണിക്കൊക്കെ കുടിച്ചിട്ട് കിടക്കുന്നവരിൽ അധികം ഷുഗർ താഴുന്ന അവസ്ഥ പിന്നീട് കാണാറില്ല. പിന്നെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ, അല്ലെങ്കിൽ ഒരു ഭക്ഷണം, വ്യായാമം, മെഡിസിൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3ഉം ഒരുപോലെ കൊണ്ടുപോകണം ഒരു പ്രമേഹ രോഗിയുടെ ഭക്ഷണക്രമത്തിൽ. ഇതാണ് ഏറ്റവും ആരോഗ്യപ്രദമായ ഒരു ഭക്ഷണ രീതി. ലിവിങ് ലൈഫ് വിത്ത് ഡയബറ്റീസ്, പ്രമേഹത്തോടൊപ്പം ജീവിക്കുക എന്ന ആശയം നമ്മളോട് പങ്കുവെച്ച സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലെ സീനിയർ ഡയറ്റീഷ്യൻ മീര മാമിന് നന്ദി അർപ്പിക്കുന്നു. സെൻറ്റ് മേരീസ് പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.